കോടതിയിൽ ഒപ്പിട്ട് കൊടുത്തോ? പോലീസ് സ്റ്റേഷനിൽ ഒപ്പിട്ട് കൊടുത്തോ? ഞാനിവിടെ നോക്കിക്കോളാന്ന് പറഞ്ഞ് അതിലാണ് നിങ്ങൾക്ക് വിട്ടുതന്നത്. അപ്പൊ ആ ഒപ്പിട്ട് കൊടുത്ത അണ്ടർസ്റ്റാൻഡിങ്ങിനൊരു വിലയില്ലേ? അപ്പൊ അവിടെ വാഗ്ദാന ലംഘനത്തിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ശ്യാമിന്റെ വാക്കുകളിൽ തന്നെ ശ്യാമിന്റെ ഉദ്ദേശം വ്യക്തമായി. ഇത് കുറച്ചു ദിവസം ഒരു രസത്തിന് അങ്ങനെ പോയി, അവിടെ പോയി ഇവിടെ പോയി വന്നു. തിരിച്ചു വന്നപ്പോ അമ്മയും എല്ലാവരും കൂടെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി, ഇങ്ങനെ അതാണ് ഇതാണെന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ഈ കുട്ടി വേണ്ട. പോലീസ് സ്റ്റേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതെ, ആ ചെയ്ത തെറ്റുകൾക്കൊക്കെ അത് തെറ്റാണെന്ന് അവര് പറഞ്ഞു, നിന്റെ പേര് നടപടിയെടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ വെച്ച് ഒപ്പിട്ട് കൊടുത്തുകൊണ്ടല്ലേ സത്യത്തിൽ ചെയ്തത്. പിന്നെന്താ ഇനി പറയണ്ട? നിങ്ങൾക്ക് അന്ന് തൽക്കാലം കോടതിയിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ പോലീസുകാരിൽ നിന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ അന്ന് പറയണമായിരുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ ഊട്ടിയിൽ വെച്ച് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അപ്പ പറയേണ്ടിയിരുന്നു. എന്ത് ശിക്ഷയും ഞാൻ അന്ന് സഹിക്കാൻ തയ്യാറാണെന്ന്. പോലീസ് സ്റ്റേഷനിൽ ഇവിടെ വെച്ച് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു, എനിക്ക് ഈ കുട്ടിയുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞില്ല? നിങ്ങൾ പറയുന്ന വാക്കുകളിൽ തന്നെ ഊട്ടിയിൽ തന്നെ പ്രശ്നം തുടങ്ങി എന്ന് പറയും. ഇതൊക്കെ ഇതിന് ശേഷം എന്തിനാ ഇങ്ങനെ ചെയ്യാൻ ചോദിച്ചു എന്ന് പറഞ്ഞു. ഊട്ടിയിൽ വെച്ച് മതിയായി. അതാണ് ഇത് സത്യം, അതാ ഉണ്ടായിട്ടുള്ളത്. പുതുമ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇനി അടുത്ത ചോയ്സ് ആകാം. മാത്രമല്ല, ആ 5 മാസമായില്ലേ ഇപ്പൊ ഇവിടെ വന്നിട്ട്, വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് നല്ലോണം പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടാവും. ശ്യാം മോഹൻ ശരിക്കും മനസാക്ഷിയോട് ഒന്ന് സ്വയം ഒന്ന് ചോദിച്ചു നോക്ക്, ഈ ചെയ്യുന്നതൊക്കെ ശരിയാണോ? ഞാൻ നല്ലോണം ആലോചിച്ചു. ഇപ്പൊ ഈ കുട്ടിയെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഉപേക്ഷിച്ചിട്ട് എന്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അടുത്ത വർഷം വേറെ കല്യാണം കഴിക്കാമെന്നോ? ഞാനോ? പിന്നെന്താണ്? അപ്പൊ ഇനി ഈ ജീവിതത്തിൽ കല്യാണമേ വേണ്ട, ഈ ഒരു പരീക്ഷണത്തോടു കൂടി മതിയായി. ചെലവിന് കൊടുക്കാം. ചെലവിന് ഡ്രസ് കാര്യങ്ങളുമാണെങ്കിൽ ഒക്കെ ഞാൻ ചെയ്യാം. ചെലവിന് കൊടുത്തോ? ചെലവിന് സമ്മതമാണെന്ന് ചോദിക്കട്ടെ. ചെലവിന് കൊടുക്കാൻ ജയിലിൽ കടത്താനും വേണ്ടില്ല, സഹിക്കാൻ വയ്യ. ഏതായാലും സിന്ധു ഇതിലെ ഒരു വലിയൊരു പാർട്ടാണ്. കാരണം സിന്ധു ആണല്ലോ ആദ്യം നമ്മളുടെ അടുത്തേക്ക് വന്നത്. സിന്ധുവിനെ വിളിക്കാം. സിന്ധു വരും. ഏതായാലും ഇപ്പൊ മകനെ കൊണ്ടുവന്നു. അന്ന് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചിരുന്നു, നിങ്ങൾ ആ കുട്ടിയെ കൊണ്ടുവന്നാൽ നിങ്ങൾ സ്വീകരിക്കുമെന്ന്. അപ്പൊ നിങ്ങൾ പറഞ്ഞു പിന്നെ അത് വരുമ്പോ ആലോചിക്കാം. ഇപ്പൊ എന്തു പറയണു? നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ മകന്റെ കൂടെ 1 വർഷം ഭാര്യയായി ജീവിച്ച ഒരു പെൺകുട്ടി. അത് നിങ്ങളുടെ മകൻ പറഞ്ഞിട്ടാണ് ഈ കുട്ടി ഇറങ്ങിപ്പോയിരിക്കുന്നത് വീട്ടിൽ നിന്ന്. ആ കുട്ടി അച്ഛനെയും അമ്മയും എതിർത്തു പോയത് തെറ്റന്നെയാണ്, അത് ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പക്ഷെ അതേപോലത്തെ തുല്യമായിട്ടുള്ള തെറ്റ്, ഞാൻ പറയുകയാണെങ്കിൽ തുല്യം കൂടെയല്ല, കുറച്ച് കൂടുതൽ തെറ്റാണ് നിങ്ങളുടെ മകൻ ചെയ്തത്. കാരണം ഇതുപോലെയാണ് എല്ലാം അറിഞ്ഞ്, എല്ലാ കാര്യങ്ങളും അറിയാതെയല്ല ഒരു പെൺകുട്ടീനെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിരിക്കുന്നത്. അത് ആണൊരുത്തൻ അത്രയും ചുമതലയെടുത്ത് കൂട്ടിക്കൊണ്ടുപോയതാണ്. അപ്പൊ അങ്ങനെ ഉള്ളപ്പോൾ ആ മകൻ തിരിച്ച് ആ കുട്ടീനെ കൊണ്ടുവരുമ്പോൾ, ഒന്നില്ലെങ്കിൽ ഇപ്പൊ ഇതുപോലെയാണ് ഒരു കേസ് എന്റെ മുമ്പിൽ വരികയാണെങ്കിൽ ഞാൻ ഒറ്റ കാര്യം, 2 ചോയ്സാണ് ഒരു അമ്മയ്ക്കുള്ളത്. ഒന്ന്, ആ മകളെ സ്വീകരിക്കുക, മരുമകളെ. മകന്റെ കൂടെ പുറത്ത ഒരു പെൺകുട്ടിയാണ്, 1 കൊല്ലം. നിങ്ങൾക്കും 2 പെൺകുട്ടികളുള്ളതാണ്, നിങ്ങളും ഒരു സ്ത്രീയാണ്. ഒരു പെൺകുട്ടിയുടെ മാനസികാവസ്ഥ നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് നിങ്ങൾ. നിങ്ങളുടെ 2 പെൺകുട്ടികളുടെ ജീവിതം കൂടെ ആലോചിച്ച് നോക്കണം. ഇതുപോലൊരു സംഭവം നിങ്ങളുടെ പെൺകുട്ടികൾക്ക് ഉണ്ടായാലോ എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് ഒന്നില്ലെങ്കിൽ ആ കുട്ടിയെ സ്വീകരിക്കണം, ഇല്ലേ നിങ്ങളുടെ മകനെ പോലും നിങ്ങൾ തള്ളി പറയണം. കാരണം നിങ്ങളുടെ മകനാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്, ഒരു പെൺകുട്ടിയെ ഇറക്കിക്കൊണ്ടുപോയിട്ട് ആ കുട്ടിയുടെ ജീവിതം വഴിയാധാരാക്കിയിരിക്കുന്നത്. ഒരു അമ്മ എന്നുള്ളതെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ശരിക്കും പറയണമെങ്കിൽ ഈ 2 ചോയ്സേ ഉള്ളൂ. ഇതിലേതാ നിങ്ങൾ സ്വീകരിക്കണത്? ഇവിടെ കാര്യത്തിലേക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റൂല സാറേ. എന്താ വെച്ചാല് അമ്മേന്റെ അടുത്ത് ആക്കിയപ്പോ ഞാൻ അവളോട് പറഞ്ഞു, ഞാൻ കുട്ടീനെ അന്നാണ് ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ സ്റ്റേഷനിൽ.
അവളെ ഉമ്മ കൊണ്ടുപോകണില്ല എന്ന് പറഞ്ഞു പോലീസ് എന്നോട്. അപ്പൊ എന്നോട് പോലീസ് പറഞ്ഞു വീട്ടിൽ കൊണ്ടുപോയിക്കൂടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു പറ്റൂല, 2 പെൺകുട്ടികളാണ്, അച്ഛന് സുഖമില്ലാത്ത ആളാണ്, എനിക്ക് സാമ്പത്തികമായിട്ട് അങ്ങനത്തെ യാതൊരു ഒറ്റതിലേക്ക് പറ്റൂല എന്ന് പറഞ്ഞു. 2-3 വർഷം വരെ എവിടെയെങ്കിലും ജീവിക്കട്ടെ, എന്നിട്ട് നല്ലതാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കാം എന്ന് ഞാൻ പറഞ്ഞു പോലീസിനോട്. അപ്പൊ പോലീസ് പറഞ്ഞു ആയിക്കോട്ടെ, ശരി അങ്ങനെ ആയിക്കോട്ടെ പറഞ്ഞിട്ട്. അപ്പൊ പിന്നെ ഇവരെ കൊണ്ടുപോകാൻ ഒരു സ്ഥലമല്ല. അപ്പൊ അങ്ങനെയാണ് അമ്മ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പൊ അമ്മേന്റെ അടുത്ത് ആക്കാന്നുള്ള രീതിയിൽ എല്ലാരും അങ്ങോട്ടാക്കാന്നുള്ള ഇതിൽ എല്ലാരും അങ്ങോട്ടാക്കി. അവള് ഇങ്ങനെ ഇറങ്ങി വന്ന സ്ഥിതിക്ക് പലതും സഹിക്കേണ്ടി വരും. അങ്ങനെ തന്നെയല്ല ജീവിതം എന്ന് പറയണ. അല്ലാതെ എനിക്കറിയില്ല എന്താന്നുള്ളത്. ഞാൻ അവനെ കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു, കണ്ടു, കിട്ടി, ഞാൻ കുടുങ്ങി. അതപ്പോ ഉണ്ടായത്. നിങ്ങൾ നിങ്ങളുടെ മകനെ സ്വീകരിക്കാൻ തരണം, മരുമകളെ സ്വീകരിക്കാൻ. മകനെ എപ്പോ വേണമെങ്കിലും വീട്ടിലേക്ക് വരാ പോവാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരും ചെയ്യാം. അല്ലാതെ അവളെ ഈ തോതിലേക്ക് കൊണ്ടുപോകാൻ പറ്റൂല മാഡം. കാരണം എനിക്ക് വിശ്വാസമല്ല. എനിക്ക് മക്കളും മരുക്കളും നാത്തുമാരും എല്ലാവരും കയറി വരാനുള്ള വീടാണ്. എനിക്ക് തറവാടാണ്. ഞാനവിടെ ചെറിയ മരുവള, 5 മക്കളില് മക്കളില് ചെറിയ മരുവള് ഞാൻ. ഒരുപാട് ആൾക്കാർ വരാനുള്ളതാ. അപ്പൊ ഇവിടെ വിശ്വസിക്കാൻ വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റൂല. എന്ത് വിശ്വസിച്ചിട്ട്? ഇവളിങ്ങനെ മണിക്കൂറിന് മുറിക്കുക, കുടിക്കുക, മണിക്കൂർ കുളിക്കുക, ഇത് ചെയ്യാന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങളുടെ മകളിൽ നിന്ന് ഉള്ളതുകൊണ്ടാണ്. നിങ്ങളുടെ മകളുടെ കല്യാണത്തിന് വരെ അയാള് കൊണ്ടുവരാൻ തയ്യാറായിരുന്നില്ല. ആ കുട്ടിക്ക് വിഷമം ഉണ്ടാവില്ലേ? അത് ഞങ്ങൾ കൊണ്ടെന്നെ പറഞ്ഞതാണ്. അതന്നെ പറഞ്ഞേ, അത് പറഞ്ഞ ശരിയാണോ? അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആരും ഉണ്ടാവൂല, കല്യാണം നടത്തി തരാൻ ആരും ഉണ്ടാവില്ല. ഉള്ളടത്തുവോ ഞങ്ങളെ കല്യാണം പറഞ്ഞ നാട്ടുകാരും ഭർത്താവിന്റെ ഏട്ടന്മാരും എല്ലാരും പാടെ കൂടി നടത്തിയ കല്യാണാണ്. ആയിക്കോട്ടെ. അതിന് ഇവളോട് വന്നിട്ടുണ്ടെങ്കിൽ മറ്റവരൊക്കെ ഇറങ്ങും പറഞ്ഞു. അവര് പറഞ്ഞു എന്തത്? ആ കുട്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞങ്ങൾ ആരും കല്യാണത്തിൽ പങ്കെടുക്കൂലായിരുന്നു. അപ്പൊ നിങ്ങൾ ആരും ഉണ്ടാവില്ല. മകനോട് വരണ്ടെന്ന് പറയേണ്ടിയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ രാത്രി ഈ ഇവിടെ വന്ന് പോയിക്കോ, രാത്രി അങ്ങോട്ട് പോയിക്കോ, ഒരിടത്തേക്ക് പോയിക്കോ എന്ന് പറഞ്ഞു. അതിൽ ഇവളും ഇവനും കൂടി ഇവന്റെ ഫ്രണ്ടിന്റെ വീട്ടില് ഇവിടെ. ഞാൻ അതെല്ലാം പറയണേ സിന്ധു, വീട്ടിലേക്ക് വരാൻ തന്നെ പറയാൻ പാടില്ലായിരുന്നു. ഇങ്ങനെയാണോ പറയുന്നത്? അതുകൊണ്ട് നീ ഇങ്ങനെ ചെയ്തു, നീയാണോ ഒരു തെറ്റ് ചെയ്തത്? ഈ മകൾ ഒരു പെൺകുട്ടീനെ കൊണ്ട് ഇറങ്ങിപ്പോയത് നീയാണ്. അതുകൊണ്ട് നീ കാരണമാണ് ഇപ്പൊ ഇങ്ങനെ ഒരു സംഭവം വരണത്. ഇവരാരും എന്റെ ഈ കല്യാണത്തിൽ സഹകരിക്കില്ല എന്ന് പറയുന്നു. നിന്റെ ഭാര്യയെ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീയും വരണ്ട എന്നല്ലേ പറയേണ്ടത്? അതിന് പകരം അവളെ കൊണ്ടുവരുന്ന നീ മാത്രം വരികയാണെങ്കിൽ പറഞ്ഞ അതെന്ത് മര്യാദ സിന്ധു? നിങ്ങളുടെ മകനും തെറ്റുകാരനല്ലേ? നിങ്ങളുടെ മകൻ തെറ്റ് ചെയ്യാത്ത പുണ്യാളനൊന്നും അല്ലല്ലോ, ആണോ? ഒരു പെൺകുട്ടീനെ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് പെരുവഴിയിലാക്കിയിട്ട് ഇതിപ്പോ എനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ സ്വീകരിക്കില്ല, നിങ്ങൾ സ്വീകരിക്കില്ല, നിങ്ങൾ എല്ലാവരും കൂടെ നിന്നിട്ട് ആ മകനെ തിരുത്തി ആ മകനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നീ ചെയ്യുന്നത് ശരിയല്ല. നിങ്ങൾക്കും ഇല്ലേ 2 പെൺകുട്ടികള്? ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇങ്ങനെ വഴിയാധാരാക്കാൻ പാടില്ല. അത് നിങ്ങൾ നല്ലതല്ലേ മകന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം. അതുകൊണ്ട് എന്റെ മേഡം അവരെ 2ആളും വാടക വീട്ടിൽ ഞങ്ങളെ മുന്നിൽ തന്നെ ആക്കിയത്. അവര് ജീവിച്ചോട്ടെ വിചാരിച്ചിട്ട് ഒന്നുമില്ലേന്നോ. അവളെ ജീവിക്കും സിന്ധു? നിങ്ങളുടെ മാനസികാവസ്ഥ എങ്ങനെയല്ലേ? പിന്നെ എങ്ങനെ അവര് ജീവിക്കും? എനിക്ക് 2ആളും കൂടെ വീട്ടിലേക്ക് സ്വീകരിക്കാൻ പറ്റൂല. ഞാൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആരും ഇല്ലാതെയാവുക. ഇവള് 3 മാസം കൂടുമ്പോ 4 മാസം കൂടുമ്പോ ഓരോ ഇവിടെ മുറിക്കുക, ഇവിടെ ഞാൻ ചെല്ലപ്പെട്ട് ഒരു വര ഇവിടെ. അത് കണ്ടു ഞാൻ. അതൊക്കെ കാരണം നിങ്ങളുടെ മകൻ തന്നെയല്ലേ? അത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുമോ ആ മകനെ? അതുപോലെ 2ആളും സഹിച്ച പോലെ എവിടെയും ജീവിച്ചോട്ടെ. അത് സഹിച്ച് ജീവിക്കും. അല്ലെങ്കിൽ ഓനോളെന്താ പറയണെന്ന് വെച്ചാൽ അതുപോലെ ആവും. അല്ലാതെ എനിക്ക് സ്വീകരിച്ചുകൊണ്ട് എനിക്ക് വിശ്വാസമല്ല, എനിക്ക് പേടിയാണ്. കാരണം ഇങ്ങനത്തെ ഒരു പെൺകുട്ടീനെ വീട്ടില് ഇതാക്കി നിർത്താക്കി ധൈര്യമില്ല. എനിക്ക് എന്റെ സമ്മതം മാത്രം പോരാ. നിങ്ങളിപ്പോ ഈ പെൺകുട്ടീനെ ഒഴിവാക്കി നിങ്ങളുടെ മകനെ കൊണ്ടുപോയി 4-5 കൊല്ലം കഴിഞ്ഞ് ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് ആ കുട്ടിയും ഇതുപോലെ പെരുമാറാൻ തുടങ്ങി നിങ്ങൾ എന്ത് ചെയ്യും? ഇതുപോലെ ഒഴിവാക്കുവോ? പ്രശ്നങ്ങൾ ആ ജീവിതത്തിൽ വരുമ്പോ നിങ്ങൾ ആ കുട്ടീനെ ഒഴിവാക്കുവോ? അതുപോലെയല്ല മേഡം. ഏതുപോലെ അല്ല? അപ്പൊ നമുക്ക് ആരെങ്കിലും ഉണ്ടാവും. ഇതിപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റിന് നിങ്ങൾ എന്ത് പറയുന്നു? ഇവരെ 2ആളെയും കൊണ്ടെടുക്കപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ. അതിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾ പെറ്റുപോയി നിങ്ങളുടെ മകനെ. നിങ്ങളുടെ മകൻ ചെയ്ത തെറ്റിന് നിങ്ങൾ അനുഭവിക്കാതിരിക്കാൻ പറ്റുമോ? എല്ലാ അമ്മമാരുടെയും ഗതികേട് അത് തന്നെയാ. മക്കള് ചെയ്യുന്ന തെറ്റ് അനുഭവിക്കുക എന്നുള്ളതാ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ മുമ്പിലുള്ളത് എന്താണ്? കുടുംബക്കാര് വേണോ മകൻ വേണോ എന്നുള്ളതാണ് അല്ലേ? നിങ്ങൾ ആരെയാണ് തെരഞ്ഞെടുക്കാൻ പോണത്?
മകനാണെങ്കിൽ മകന്റെ കൂടെ ഭാര്യനെയും തെരഞ്ഞെടുക്കാനുള്ള തന്റെ ഇടം കാണിക്കണം നിങ്ങൾ. കാരണം നിങ്ങളുടെ മകൻ കാരണം ഇറങ്ങി വന്ന് വഴിയാതാരായ ഒരു പെൺകുട്ടി അത്. അതിന്റെ ശാപം നിങ്ങളുടെ കുടുംബം മുഴുവനും ഏറ്റെടുക്കേണ്ടി വരും. നിങ്ങൾക്ക് 2 പെൺകുട്ടികളുള്ളതാ. ഇതുപോലെ ഒഴിവാക്കി കൊണ്ടുവന്ന് ആ ഭർത്താവ് കൊണ്ടുവന്ന് നിങ്ങളുടെ മകളെ ആക്കിയല്ലോ. ഒരു പെൺകുട്ടിയുടെ കണ്ണീരിന് നിങ്ങൾ വില പറയേണ്ടി വരും സിന്ധു. ഇവിടേക്ക് നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം എന്താ? ശേഷം എന്താ ഇവളിങ്ങനെ ചെയ്തിട്ട് ഒഴിവാക്കാൻ. എന്ത് ചെയ്തിട്ട്? ഇങ്ങനെ കൈ മുറിച്ചത്. കൈ മുറിച്ചതിന് ഇവിടെ വിട്ടിട്ട് പോവാന്നോ? പറയൂ ശ്യാം പ്രഹാൻ. വിട്ടിട്ട് പോകാം. ഇവിടെ അല്ല, പിന്നെ ഓളെ ഉമ്മ സ്വീകരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉമ്മ വന്നോ? ഉമ്മ വന്നില്ല. എന്നാ പിന്നെ ഉമ്മയെ കൊണ്ടുവരേണ്ടിയിരുന്നു നിങ്ങള്. ഉമ്മ സ്വീകരിക്കാന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ ഉമ്മയെ കൊണ്ടുവരേണ്ടിയിരുന്നു ഇവിടേക്ക്. ആ കുട്ടി ഇവിടെ വെച്ചിട്ട് ഒഴിവാക്കി പോയി ആ കുട്ടി എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ആർക്കെങ്കിലും വീട്ടിൽ കൊണ്ടുപോകാൻ പറ്റുമോ? നിങ്ങളുടെ ഭാര്യയല്ലേ? സിന്ധുവിന് മനസ്സിലാവുന്നുണ്ടോ? 21 വയസ്സായിട്ടുള്ള മകൻ യാതൊരു പക്വത ഇല്ലാത്ത വർത്തമാനായി പറയുന്നത്. ഇങ്ങനെയാണോ? അമ്മമ്മേന്റെ വീട്ടിൽ നിന്ന് ഇവിടെ ഇങ്ങനെ 2 വര വരച്ചിട്ട് ഞാൻ നാട്ടിലോടൊക്കെ ചോദിച്ചു ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. എല്ലാരും പറഞ്ഞു ഈ കുടുങ്ങും, അമ്മമ്മയും കുടുങ്ങും, സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കോ പറഞ്ഞു. സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ട് ഇവള് വന്നില്ല, അവളെ അപ്പുറത്തെ വീട്ടിൽ പോയിരിക്കുന്നു. അപ്പുറത്തെ വീട്ടിൽ പറഞ്ഞു പോയിക്കോ, ഇവിടെ ഇരിക്കണ്ട, സ്റ്റേഷനിൽ പോയിക്കോ. അവിടെ ഒരുപാട് ആൾക്കാർ കൂടി സ്റ്റേഷനിലേക്ക് ഞങ്ങളെ പറഞ്ഞയച്ചു. അവിടെ സ്റ്റേഷനിൽ പോയിട്ട് അവിടുന്ന് ഒരുപാട് ആൾക്കാർ രണ്ടാളി ഉപദേശിച്ചു ഇങ്ങനെ കാട്ടണ ശരിയല്ല, എന്തായാലും വന്നില്ലേ ഒരു പാഠം പഠിച്ചു. അത് ഈ കുട്ടി അറിയേണ്ടതാണ്. എന്താണ് ഈ കുട്ടി ഇങ്ങനെ ചെയ്യണത്? പറഞ്ഞാലാണെങ്കിൽ ഒന്നും കേൾക്കൂല. ഞാൻ പണിയും കഴിഞ്ഞ് എന്താ അതൊക്കെ ശരി തന്നെയാണ് ഷാമോഹൻ. പറഞ്ഞാ കേൾക്കില്ലായിരിക്കും, ഒക്കെ ചെയ്യാം എന്ന് വെച്ചിട്ട് നിങ്ങൾ ഇനി കല്യാണം കഴിക്കുന്ന പെൺകുട്ടി ഇതൊന്നും ചെയ്യില്ല എന്ന് എന്താ ഉറപ്പ്? ഞാൻ കല്യാണം കഴിക്കണില്ല. ഇല്ല, അത്രേ ഉള്ളൂ. ഒരു കല്യാണം കഴിഞ്ഞാണല്ലോ, ഇതിനിപ്പോ ഒന്നും ഓർത്തിയില്ല വേറെ കല്യാണം കഴിക്കാൻ. അപ്പൊ വാടകയിലാക്കിയപ്പോ പറഞ്ഞു 2 മര്യാദക്ക് കഴിഞ്ഞോളി, ഉള്ളത് തിന്നും കുടിച്ചു ഇരുന്നോളി, ചട്ടിയും കാലോ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു അവളടുത്ത്. ഊട്ടിന്നുള്ളത് കുടുക്കി അവരോട് തൂക്കാത്രോ കോപ്പയൊക്കെ ബാക്കിയൊക്കെ അവരോട് കൊടുത്തയച്ചു. പിന്നെ എന്താ നിങ്ങൾ മര്യാദയ്ക്ക് ജീവിക്കാതിരുന്നത്? അപ്പൊ പോലീസ് അവിടുന്ന് പറഞ്ഞതാണ് ഇനി പോണ അമ്മമ്മന്റെ വീട്ടിലേക്കല്ല, പിന്നെ വാടകപ്പേരൊക്കെ പോണത്, ഒറ്റയ്ക്ക് കഴിയേണ്ടി വരും, എല്ലാ സാധനങ്ങളും വാങ്ങേണ്ടി വരും, അവിടെ ഇനി നല്ലോണം നിന്നോണ്ട് ഞാനും പറഞ്ഞു കൊടുത്തു. ആ വാടകപ്പേരന്റെ ഓണറും പറഞ്ഞതാണ് ഇങ്ങനെയൊക്കെ വന്നതാണ്. വാടക വീട്ടിൽ താമസിച്ചൂടെ? പിന്നെന്താ നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കണം? അവിടെ വെച്ച് എന്താ പ്രശ്നം? ഈ വീട്ടിലേക്ക് വന്നിട്ട് 2-3 ആഴ്ചയായി വന്നിട്ട്. പിന്നെന്താ പറഞ്ഞാ കേൾക്കണില്ല. എന്താ കേൾക്കാത്തത്? ഞാൻ അവളോട് പറഞ്ഞു, അവളെന്തായാലും വീട്ടിലിരിക്കല്ലേ,